നിങ്ങൾ ഓർക്കണം, മുത്തുനബിയെ കുറിച്ച്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഒരിക്കൽ പോലും മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കാൻ പറ്റാത്ത, പറയാൻ പറ്റാത്ത കാര്യങ്ങളുമായി കടന്നു വരുന്നവർ, സാധാരണക്കാരനാക്കുന്നവർ, എല്ലാ ദിവസവും പാപങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ജൽപ്പനങ്ങളുമായി മുത്തുനബിയുടെ വിഷയത്തിൽ ഇടപെടുന്നവരുടെ കഥ എന്താണ്? ആ ഹബീബായ നബി തങ്ങളോടുള്ള മഹബ്ബത്ത് അല്ലാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഉമ്മത്തികളിൽപ്പെട്ട സർവ്വ ആളുകളും ഒരാൾ പോലും നരകത്തിലുണ്ടാകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നതല്ലെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്. അപ്പോൾ എന്താണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം? നമുക്ക് പിടുത്തം കിട്ടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുകയാണ്, അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ ലിവാഉൽ ഹംദ് അല്ലാഹു തആല എനിക്ക് നൽകുന്നതാണ്. അതേ പ്രകാരം തന്നെ ഖിയാമത്ത് നാൾ ദിവസത്തിലെ മനുഷ്യരുടെ നായകൻ, നേതാവ് ഞാനാണ്. വഅന അവ്വലു മൻ യദ്ഖുലുൽ ജന്നത യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദ്യമായി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നത് ഞാനാണ്. വലാ ഫഖറ, ഇതൊന്നും ഞാൻ അഹങ്കാരം പറയുന്നതല്ല, എന്റെ ഉമ്മത്തികളെ മനസ്സിലാക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ സ്ഥാനമാനങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി എമ്പാടും പറയുകയാണ്. വരികൾക്കിടയിലൂടെ ഒന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അതെന്തേ? നബി തങ്ങളുടെ മഹത്വമാണ് റസൂലുള്ളാഹി തന്നെ ഇങ്ങനെ പറയുന്നത്. ഈ പറയുന്നതിലൂടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം. എന്തേ അത്? നബി തങ്ങൾ മൗലിദ് ഓതിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. റസൂലുള്ളാഹി മൗഖൂസ് മൗലിദ് ഓതിയിട്ടുണ്ടോ, ശറഫുൽ അനാം മൗലിദ് ഓതിയിട്ടുണ്ടോ? ഇതൊക്കെ ശിർക്കല്ലേ, ബിദ്അത്തല്ലേ എന്ന് പറയുന്നവരുണ്ട്. മൗലിദ് എന്നുള്ളതിന്റെ അടിസ്ഥാനം, അതിന്റെ തത്വം എന്താണ്? അതിന്റെ അകപ്പൊരുൾ എന്താണ്? മുസ്തഫായ നബി തങ്ങളുടെ മദ്ഹാണ്, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയലാണ്. അതേ, അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ഹബീബായ നബി തങ്ങൾ തന്നെ പറഞ്ഞതാണ് ഈ ഹദീസിലൂടെ നാം കേൾക്കുന്നത്. അങ്ങനെ അതാ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഞാനതാ സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ മുൻപിൽ അല്ലാഹുവിന്റെ അരികിലേക്ക് ഞാൻ ചെല്ലുകയാണ്, പടച്ച റബ്ബിന്റെ അരികിലേക്ക് ഞാൻ ചെല്ലുന്നു. അങ്ങനെ ഞാൻ സുജൂദിൽ വീഴുന്നു. ഫഅസ്ജുദു ലഹു, സുജൂദിൽ വീഴുകയാണ്. ആ സമയത്ത് അല്ലാഹു പറയുന്നു, ഇർഫഉ റഅസക യാ മുഹമ്മദു, തല ഉയർത്തൂ മുഹമ്മദ് നബിയേ, നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ, അതിനിവിടെ പരിഹാരമുണ്ട്. വഖുൽ യുഖ്ബൽ മിൻക, നിങ്ങൾ എന്തും ആവശ്യപ്പെട്ടോളൂ, എല്ലാം പരിഗണിക്കുന്നതാണ്. വശ്ഫഅ തുശഫഅ, ശുപാർശ ചെയ്തോളൂ നബിയേ, അതിവിടെ സ്വീകരിക്കുന്നതാണ്. അങ്ങനെ അതാ ഫഅർഫഉ റഅസി, ഞാൻ എന്റെ തല ഉയർത്തുന്നതാണ്. എന്നിട്ട് എന്റെ യജമാനന്റെ മുൻപിൽ ഞാൻ പറയുന്നു, ഉമ്മത്തി ഉമ്മത്തി യാ റബ്ബ്, എന്റെ റബ്ബേ, ഉമ്മത്തികളാണ് വിഷമിക്കുന്നത് നീ കാണുന്നില്ലേ, അവരെ രക്ഷപ്പെടുത്തി തരണേ. ഈ സമയത്ത് അല്ലാഹു തആല പറയും, ഇദ്ഹബ് ഇലാ ഉമ്മത്തിക, ഉമ്മത്തിന്റെ അരികിലേക്ക് പോകൂ നബിയേ. ഫമൻ വജദ്ത ഫീ ഖൽബിഹി മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ശഈരിൻ മിനൽ ഈമാനി ഫഅദ്ഖിൽഹുൽ ജന്ന, അവിടുത്തെ ഉമ്മത്തികളുടെ കൂട്ടത്തിൽ ഒരു ഭക്ഷണത്തിന്റെ ധാന്യം, ആ ഒരു ധാന്യമണിയുടെ അത്രയും ഈമാൻ ഖൽബിലുള്ള ആളുകൾ ആരൊക്കെയുണ്ടെന്ന് അവിടുന്ന് നോക്കണം. അത്രയും ഈമാൻ ഖൽബിലുള്ളവരുണ്ടെങ്കിൽ അവരെയൊക്കെ പിടിച്ചോളൂ, സ്വർഗത്തിലേക്ക് വിട്ടോളൂ നബിയെ, സമ്മതം തന്നു. അങ്ങനെ അതാ ഹബീബായ നബി തങ്ങൾ വരുന്നു. ഈ പറഞ്ഞ ഖദർ കണക്കുപ്രകാരം ഈമാനുള്ളവരെയൊക്കെ ഹബീബായ നബി തങ്ങളുടെ ശഫാഅത്തിന്റെ അടിസ്ഥാനത്തിൽ രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് എത്തിക്കുന്നു. പക്ഷേ കഴിഞ്ഞില്ല, ഇനിയും ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് ഇനിയുമുണ്ട്. വീണ്ടും അല്ലാഹുവിന്റെ മുൻപിലേക്ക് വന്നു ഹബീബായ നബി തങ്ങൾ സുജൂദിൽ വീഴുകയാണ്. വീണ്ടും അല്ലാഹു തആല പറയുന്നു, ചോദിച്ചോളൂ നബിയേ, പരിഹരിക്കാവുന്നതാണ്. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഉമ്മത്തി ഉമ്മത്തി. അല്ലാഹു തആല പറയുന്നു, ഇദ്ഹബ് ഇലാ ഉമ്മത്തിക ഫമൻ വജദ്ത ഫീ ഖൽബിഹി മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിനൽ ഈമാനി ഫഅദ്ഖിൽഹുൽ ജന്ന.
ഉമ്മത്തികളിലേക്ക് പോകൂ നബിയേ. ഒരു കടുകുമണിയുടെ അത്രയും ഈമാൻ ഖൽബിലുള്ളവർ ആരൊക്കെയുണ്ടെന്ന് നോക്കൂ. അവിടുന്ന് അത്തരത്തിലുള്ള ഈമാനുള്ള ആളുകളെ മുഴുവനും അവിടുന്ന് പിടിച്ചോളൂ, സ്വർഗത്തിലേക്ക് വിട്ടോളൂ. സമ്മതം കൊടുക്കുന്നു. നബി തങ്ങൾ തിരിച്ചു വരുന്നു. ഈ പറഞ്ഞ ഈമാനുള്ളവരെയൊക്കെ വീണ്ടും റസൂലുള്ള രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് എത്തിക്കുന്നു. അപ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു? ആ സമയമാകുമ്പോഴേക്കും ജനങ്ങളുടെ വിചാരണ കഴിയുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് വിചാരണ നടക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികളാണെന്നാണ് മനസ്സിലാകുന്നത്. വിചാരണ കഴിയുന്നു. അപ്പോഴേക്കും നല്ല ഒരു വിഭാഗം ആളുകൾ അവരതാ വിചാരണ കഴിഞ്ഞു, വിചാരണയിൽ പരാജയപ്പെട്ടു പോയി, നരകത്തിൽ കടന്നുപോയി. ഒരു വിഭാഗം ആളുകൾ നരകത്തിൽ കടന്നുപോയി. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും അതാ അല്ലാഹുവിന്റെ അരികിലേക്ക് ചെല്ലുന്നു. റസൂലുള്ളാഹിന്റെ മുൻപിൽ, അല്ലാഹുവിന്റെ മുൻപിൽ സുജൂദിൽ വീഴുന്നു. എന്റെ ഉമ്മത്തികൾ നരകത്തിലുണ്ട്, അവരെ രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നു. ആ സമയത്ത് ഫയഖൂലുൽ ജബ്ബാറു ഫബിഇസ്സതി, അതാ ഈ നരകക്കാരാകുന്ന ആളുകൾ ഈ നരകത്തിലെത്തുന്ന സമയത്ത് ഫയഖൂലു അഹ്ലുന്നാരി, നരകക്കാരായ ആളുകൾ പറയാണ്, മാ അഗ്നാ അൻകും അന്നകും കുൻതും തഅ്ബുദൂനല്ലാഹ്, എന്താ നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങളൊക്കെ ദുനിയാവിൽ മുസ്ലിമീങ്ങളാണോ എന്നും പറഞ്ഞു ജീവിച്ചവരല്ലേ? ഞങ്ങൾ നരകത്തിലെത്താൻ കാരണം മുശ്രിക്കീങ്ങളായതാണ്. മുശ്രിക്കീങ്ങളായത് കൊണ്ടാണ് ഞങ്ങൾ നരകത്തിലെത്തിയത്. അല്ലാഹു അല്ലാത്ത ബിംബങ്ങളുടെ മുൻപിൽ പ്രതിഷ്ഠ അനുഷ്ഠിച്ചത് കൊണ്ടാണ് ഞങ്ങൾ നരകത്തിലെത്തിയത്. നിങ്ങൾ ദുനിയാവിൽ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞു ജീവിച്ചവരല്ലേ, പിന്നെ എങ്ങനെയാ നിങ്ങൾ ഈ നരകത്തിലെത്തിയതോ എന്ന് ചോദിച്ചിട്ട് മുസ്ലിമീങ്ങളെ കളിയാക്കുകയാണ്. ആ സമയത്തതാ ഫയഖൂലുൽ ജബ്ബാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി കൊടുക്കുകയാണ്, ഫബിഇസ്സതി ലഅതിഖന്നഹും നാർ, എന്റെ പ്രതാപത്തെ തന്നെയാണു സത്യം, അവരൊക്കെ നരകത്തിൽ കാലാകാലവും ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതണ്ട, അവരെ ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. ഫയുർസിലു ഇലൈഹിം ഫയഖ്റുജൂന മിനന്നാർ, അങ്ങനെയതാ മുസ്തഫായ നബി തങ്ങൾക്ക് അതിനുള്ള അധികാരം കൊടുക്കുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തികളെ രക്ഷപ്പെടുത്താൻ വരുന്നു. പക്ഷേ വഖദിം തുഹിഷൂ, അപ്പോഴേക്കും ആ നരകത്തിന്റെ തീജ്വാലകളിൽ കിടന്ന് അവർ കരിക്കട്ടകളായി മാറിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളാകുന്ന നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഹബീബായ നബി തങ്ങൾ ഇടപെടുന്നു, അവരെ രക്ഷപ്പെടുത്തുന്നു. ഫയദ്ഖുലൂന ഫീ നഹ്റിൽ ഹയാത്ത്, നഹ്റുൽ ഹയാത്തിൽ കൊണ്ടുപോയി അതാ അവരെ കുളിപ്പിക്കുകയാണ്. അതോടുകൂടെ അവരുടെ സൗന്ദര്യം തിരിച്ചെടുക്കുന്നു, നല്ല സൗന്ദര്യമുള്ളവരായി മാറുന്നു. പക്ഷേ അതാ രണ്ട് കണ്ണുകൾക്കിടയിൽ അടയാളം വന്നു. രണ്ടു കണ്ണുകൾക്കിടയിൽ വയുക്തബു ബൈന അയുനിഹിം ഹഉലാഇ തഖാഉല്ലാഹ്, ഈ കൂട്ടമാളുകൾ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ചവരാണെന്ന് എഴുതി വച്ചിരിക്കുന്നു. രണ്ടു കണ്ണുകൾക്കിടയിൽ ഹഉലാഇ തഖാഉല്ലാഹ്, ഈ വിഭാഗം ആളുകൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവരാണ് എന്ന എഴുത്തു വന്നിരിക്കുകയാണ്. അങ്ങനെ അതാ ഫയുദ്ഹബു ബിഹിം ഫയദ്ഖുലൂനൽ ജന്ന, അവരെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്നു, അവർ സ്വർഗ്ഗത്തിലെത്തുന്നു. ഫയഖൂലു ലഹും അഹ്ലുൽ ജന്ന, സ്വർഗ്ഗക്കാരാകുന്ന ആളുകൾ ഇവരെ കാണുകയാണ്. അവരുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഹഉലാഇ തഖാഉല്ലാഹ്, അല്ലാഹു യുത്ഖു ചൊല്ലിയവരാണ്, നരകത്തിൽ നിന്ന് മോചിപ്പിച്ചവരാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അത് കാണുകയാണ്. ആ സമയത്ത് ഈ രൂപത്തിൽ ഹഉലാഇൽ ജഹന്നമിയൂന ഫയഖൂലു ലഹും അഹ്ലുൽ ജന്നത്തി, സ്വർഗ്ഗക്കാരായ ആളുകൾ ഇവരെ കാണുമ്പോൾ പറയുന്നു, ഹഉലാഇൽ ജഹന്നമിയൂന, ഇവര് നരകത്തിൽ നിന്നാണല്ലോ വരുന്നത്, ഇവര് നരകത്തിൽ നിന്ന് വരുന്നവരാണല്ലോ എന്ന് അവരെ നോക്കി പറയുമ്പോ ഫയഖൂലുൽ ജബ്ബാർ,
അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുകയാണ്, ബൽ ഹഉലാഇ ഉതഖാഉൽ ജബ്ബാർ, അല്ലാഹു ജബ്ബാറായ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ചവരാണിവരെന്നും അല്ലാഹു അതിന് മറുപടി കൊടുക്കുന്നു.